മോളെ, ദൈവം സാക്ഷിയായി ഇങ്ങനൊരു ചടങ്ങ് നടക്കരുത്. അതിനു മുൻപ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും. അല്ലാതെ നിങ്ങൾ ഒരുമിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. സ്വന്തം മകളോട് ഒളിച്ചോടാൻ അപേക്ഷിക്കേണ്ട ദുർവിധി ഒരമ്മയ്ക്ക് ഉണ്ടാവില്ല. മൃഗജീവികളുടെയും ഇവിടത്തെ മൃഗോദരന്മാരുടെയും ശ്രദ്ധയ്ക്ക് ഒരു സാധാരണക്കാരനെ രക്ഷിക്കാൻ ഒരു പാർട്ടിക്ക് കഴിയില്ല. അവന്റെ സഹായത്തിന് മാത്രമേ കഴിയൂ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിത്തുകാലകളുടെ വികാരപരമായ ആവശ്യങ്ങൾ സംരക്ഷിച്ചിട്ടുള്ള ഡോക്ടർ, എന്താ ഭൂമിയിൽ തന്നയിച്ചതാ? ഞാൻ പോട്ടെ. അതുകൊണ്ട് ഈ സമരം കാൽനടയായി കനിച്ചു കുളങ്കര വഴി സെക്രട്ടേറിയറ്റിലേക്ക്. ചലോ ചലോ സെക്രട്ടേറിയറ്റ്. ഈ നാട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും. കൈവിടരുത്. ചലോ ചലോ സെക്രട്ടേറിയറ്റ്. ചലത്തെ ചലത്തെ സെക്രട്ടേറിയറ്റ് ചലത്തെ. ഈ നാട്ടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം. കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും. കൈവെടിയരുത്. ചില സാങ്കേതിക തകരാറ് മൂലം എന്റെ സെക്രട്ടേറിയറ്റ് യാത്ര കാവിലെ തെയ്യം കഴിയുന്നവരെ മാറ്റിവെച്ചതായി ഞാൻ അസന്നിധമായി അറിയിച്ചുകൊള്ളുകയാണ്. ജയ് കാവിലമ്മ. ആടുമ്പോഴാണോ ഒൻപത് മണിയെന്നല്ലേ പറഞ്ഞത്? ആരുടെയും കണ്ണിപ്പെടാതെ രക്ഷപ്പെടണം. കാവിലമ്മ കൂട്ടിനുണ്ടാവും. കാവിലേക്ക് തന്നല്ലേ? എന്തേ വല്ലാത്തൊരു ഒരുക്കം. ഓല അഴിക്കുന്നതിന് മുമ്പെങ്കിലും കാവിലെത്തണം. പാടി. വൈദ്യരെ, ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ശത്രുവായിട്ടല്ല, മിത്രമായിട്ടാ. ഇനി ഒരിക്കലും എന്റെ ശല്യം വൈദ്യരേക്കുണ്ടാവില്ല. ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷെ ചില കാര്യങ്ങൾക്ക് കൂടിയേ തീരും. ഒളിച്ചോട്ടോ? ആരും വരില്ല. കുറുമ്പൻ. കുറുമ്പൻ? അതേത് കുറുമ്പൻ? ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. വേണ്ട. എന്താ ഇത്? കള്ളൻ. ആരോട് ഇവിടെ സംസാരിക്കുന്നത്? പുറകെ പോയി നോക്കാം. വളകളോടെയും അണിയാത്ത വളകൾ ഇതുകൊണ്ട് മിന്നിപ്പിച്ചേക്കണേ. ആരുമില്ല. വേലു, ഇവിടുന്നു ചേട്ടൻ പോയിട്ട് ചേച്ചിയായിട്ട് വേഗം വരാത്ത. വേലുവല്ലേ? ബാൽക്കണിയിൽ ആളുണ്ട്. ഇതെന്താ ഇപ്പൊ അതിരാത്രിയിലെ തേന്മാവിൻ കൊമ്പത്ത്? അതെ, ചക്ക വെളുത്താന്ന് നോക്കാൻ വേണ്ടി കയറിയതാ. മാവിലല്ലേ? പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഏതൊരു തെണ്ടി അകത്ത് കയറിയിരിക്ക. ഞാൻ ഈ ഹൈക്കമാൻഡിൽ കയറി ഒന്ന് നിരീക്ഷണം നടത്താന്ന് കരുതി. നീ എന്താ ഇവിടെ? ഞാൻ ചിട്ടി പിടിക്കാൻ വന്നതാ. തെയ്യം പ്രമാണിച്ചകത്ത് നറുക്കെടുപ്പ് നടക്കിയ. ആണോ?
ആ ഭാഗ്യവാൻ ആരാണോ? ഞാനാണ് ആ ഭാഗ്യവാൻ. ചുവന്ന പട്ട് സാരി ഉടുത്ത് വെള്ള മുല്ലപ്പൂ ചൂടി രത്നക്കല്ല് പതിച്ച സ്വർണ്ണമാല അണിഞ്ഞ എന്റെ രത്നത്തിന്റെ ചുമലിൽ ചേർന്നിരിക്കുമ്പോ നിന്റെ കെട്ടിയോൻ ആ കാലമാറിനാകാൻ എപ്പ കയറി വരുമോ? അതിന് ചേട്ടൻ ഇപ്പൊ വിയൂർ ജയിലല്ലേ? ഓ, അയാൾ ജയിൽ ഇടിഞ്ഞാലും പുറത്തിറങ്ങാതിരുന്നെങ്കിൽ നീ എത്ര ധന്യായാലും ഞാനും. രത്നം രത്നം കാള ഓച്ചിറ കാള. ഞാൻ വന്നു, വാതിൽ തുറക്ക്. അവൻ എന്നെ കണ്ടാ നമ്മളെ എല്ലാ ദിവസവും പൊളിയും. ഞാനിപ്പോ എവിടെ ഒന്ന് ഒളിക്കുക. എന്താ വരുന്നോ? വേഗം തുറക്ക്, നിന്റെ വേലി വന്നനാ. അത് കാളേന്ന്. ഇപ്പൊ പുറപ്പെട്ട നേരം വിളക്കുന്നതും പോച്ചിറെത്താം. ഓച്ചിറയോ? രത്നം, നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു വന്നവനെ ഞാൻ. ഒടുവിൽ കാലം മാറരുത്. എന്റെ അമ്മോ, ദേ വരുന്ന പുതിയ ചിട്ടിക്കാരൻ. ഇവള് ചിട്ടിയല്ല, ബാങ്കാ. ഇത് സാധാരണ ബാങ്കല്ല, സഹകരണ ബാങ്കാ. 3 പേരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്നുള്ള ഭർത്താവ് പിടിച്ചിരുന്നു. ചേട്ടൻ ജയിലിൽ ചാടി. ചാടിയോ? നീയോ? മിണ്ടണ്ട, തർക്കം വേണ്ട. ഇപ്പൊ നമുക്ക് രക്ഷപ്പെടണം. എന്റെ ഈശ്വര, ചേട്ടന്റെ കണ്ണിപ്പെട്ട വെട്ടിക്കൊല്ലും. ഇതുകൊണ്ട് രക്ഷപ്പെട്ടോളൂ. അയാളെ കൊന്നിട്ടോ? അല്ല, പിന്നെ നിങ്ങൾ ഇയാളെ വെട്ടിക്കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാന്ന് ഞാൻ പറഞ്ഞോളാം. ആ മെലിഞ്ഞ പാവത്തിനെ കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാ. ഇനി മുകളിലുള്ളവൻ കാക്കണം. വേലു ആദ്യം കൊല്ലാൻ ഓടിച്ചിട്ടത് പറഞ്ഞു. പേടിച്ചിട്ട് മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചതാ. പക്ഷിയിരിക്കത്തോളം പൈതലേ, നല്ലവണ്ണം ഭജിച്ചോ കേട്ടോ. നല്ലതേ വരൂ. ഗൗതം, ഞാൻ അറിയാം മുരളി. വാ. കടവ് കടന്നതും ആരോ ഒരാൾ എന്നെ പിന്തുടർന്നു എന്നൊരു സംശയം. അതുകൊണ്ട് ഇങ്ങോട്ട് ഓടിക്കയറിയേ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ത് അവിവേകമാ മുരളി കാണിച്ചത്? കേസിന്റെ വിചാരണ 18-ാം തീയതിയാ. 2 പാർട്ടിക്കാരും തന്നെ കിട്ടാൻ വേണ്ടി അരിച്ചു പെറുക്കുക. ഒക്കെ അറിയാം. 18-ാം തീയതി ഞാൻ സാക്ഷി പറഞ്ഞിരിക്കും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. പക്ഷേ മനസാക്ഷി വഞ്ചിക്കാൻ എനിക്കാവില്ല. എന്നെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകൻ ശശിധരൻ മാഷിനെ കോറൂത്ത് രാഘവൻ വെട്ടിക്കൊല്ലുന്നത് നേരിൽ കണ്ടവനാ ഞാൻ. എനിക്ക് എന്റെ അമ്മയൊന്ന് കാണണം. സർട്ടിഫിക്കറ്റുകളും എടുത്ത് എന്നേക്കും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ പോട്ടെ അമ്മേ. അമ്മേ, പോകാൻ മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ എന്ത് ചെയ്യാനാ? സ്വന്തം വീടും നാടും എനിക്കിപ്പോ ശത്രുക്കളാ. മറ്റൊന്നും ഓർക്കണ്ട. സർട്ടിഫിക്കറ്റുകളൊക്കെ ആയി അമ്മയുടെ മോൻ നല്ലൊരു ജോലി തേടിപ്പോയെന്ന് കരുതിയാ മതി. മോനെ, ഒന്ന് കൂടെ ചെന്ന് എന്റെ മോനെ യാത്രയ്ക്ക്. താങ്ക്സ്. ഇനി ഞാൻ പൊയ്ക്കൊള്ളാം. 9 മണിക്ക് എന്തോ പ്രോഗ്രാം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ സൂക്ഷിക്കണം. എല്ലാം ശരിയാവും. നല്ലൊരു ദിവസമായിട്ട് നിനക്ക് എന്താ പറ്റിയത്? ചെറിയമ്മേ, ആരാ മരിച്ചത്? ആര് മരിച്ചാ നിനക്കെന്താ? ചിലപ്പോ ഒരുങ്ങാൻ നോക്കൂ. ഒരു സീക്രട്ട് കോൾ ഉണ്ടായിരുന്നു. മുരളിയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന്. പ്രൊഫഷൻ കൊടുത്താൽ വിറ്റ്നസ് വന്ന് കൊലയാളിയെ കാട്ടിത്തരാമെന്ന്. മിസ്റ്റർ ഗൗതം, ഇന്നലെ സ്പോട്ടിൽ തീർക്കേണ്ടതായിരുന്നു. എന്ത് വന്നാലും ഒരു കാരണവശാലും അവൻ സ്റ്റേഷനിൽ എത്തരുത്.
എല്ലായിടും അരിച്ചു പറക്കി അവന്മാര് മുങ്ങിരിക്കുക. ഒരു സാക്ഷിയെ തട്ടിയപ്പോ മറ്റൊരു സാക്ഷി. തിരിച്ചവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ഒളിക്കാൻ പറ്റുള്ളൂ, എങ്കിലും അവൻ രക്ഷപ്പെടൂ. എന്തായാലും ഇന്നത്തെ മോതിരമാറ്റം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതെന്ത് പറ്റി? വിരലും മുറിഞ്ഞതാ. ഇതൊന്ന് അഴിച്ചേ. എന്തിനാ ഈ മോതിരം മറിച്ചേ? ഊരത് പറഞ്ഞു കേട്ടില്ലേ? ഊരേ. അഹങ്കാരി ഊരില്ലേ? ഊരലി മോതിരം, ഈ മോതിരം ഊരലി മോതിരം. സർ ഫോൺ. ഹലോ, ഈ യുദ്ധത്തിൽ നീ തോൽക്കും, ഭരതൻ ജയിച്ചിരിക്കും. അന്ന് എന്നെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു. ഇന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് താൻ അപമാനിതനാവും. ഇപ്പോ ഈ നാട് മുഴുവൻ ഒരു മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്ക്. ഇനി അഹങ്കാരം കളഞ്ഞ് ആ TV ഒന്ന് ഓൺ ചെയ്തേ. ഒരുമ്പട്ടവളെ, ഒരു ഗന്ധർവനെ കണ്ടപ്പോ തറവാടിന്റെ മാനം നീ കെടുത്തി അല്ലേ? മതി. ഇതിനെ തല്ലിക്കൊന്നാ നമ്മ തോൽക്കത്തേ ഉള്ളൂ. അവന്റെയൊക്കെ മുന്നിൽ ജയിക്കണമെങ്കിൽ നിശ്ചയിച്ച ദിവസം തന്നെ വീടിന്റെ മുറ്റത്ത് പന്തുയരണം. ഹരീന്ദ്രന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണം. അതുവരെങ്കിലും നീ ജീവനോടെ വേണം. ഈ വാതിൽപ്പടി നീ തണ്ടാണ്ടില്ല. രക്തബന്ധത്തിൽ ഞാൻ നോക്കില്ല. ഒന്ന് കുഴിച്ചു മുടിയാൻ. ഭൂമിക്ക് വീട്ടു കിടന്നില്ല. MLA-യുടെ ആൾക്കാര് ഗൗതമിനെ തേടി നടക്കുക. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആലോചിച്ചിട്ട് ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. കൂട്ടാത്മഹത്യായിരിക്കും. അല്ല, രണ്ടുപേരുടെയും വിവാഹം. വിവാഹോ? അതെ, ഈ നാട്ടിൽ വെച്ച് എത്രയും പെട്ടെന്ന് നമുക്കത് നടത്തണം. ഒപ്പം 16 അടിയന്തരവും. എന്ത് വിഡിത്തോണം അമ്പിയണ്ണ നീ പറയുന്നത്? പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി. നിനക്ക് പെണ്ണിനെ വേണമല്ലോ, എങ്കിൽ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടേ നമുക്ക് അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂ. കേട്ടിട്ടില്ലേ, നായാട്ട് നായ്ക്കൾ തമ്മിൽ അടിച്ചപ്പോൾ നരി കാട് കയറി. നരി കാട് കയറിയ? അതെ, ഇത് ലീഡർ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയ കുതന്ത്രം. ഈ വിവാഹം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശിയ. തീരുമാനം കൊള്ളാം. അത് ഈ ഭരതന്റെയും കൂടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാ. സാറ് പറയുന്ന സ്ഥലത്ത് സാറ് പറയുന്ന മുഹൂർത്തത്തിൽ രണ്ടുപേരെയും ഞങ്ങൾ കൊണ്ടുവരാം. വാക്കാ. സാർ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് നടത്തി തരണം. കോറോത്ത് രാഘവന്റെ കൗണ്ടവൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് കൃത്യം 11 മണിക്ക് ദേവീക്ഷേത്രത്തിൽ വെച്ച് നടന്നിരിക്കും. എന്തായോ ചേട്ടാ? ആ ഭരതന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭൂമിയ മോളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുക അങ്ങ് പാറമേക്കാവിൽ. വിവാഹമോ? ഭൂമിക അവളെ ചതിച്ചു. കൊള്ളാം, ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കി ഓരോത്ത തറവാട്ടിലെ സീമന്തപുത്രി ഇത്ര വിദഗ്ധമായി രക്ഷപ്പെടണമെങ്കിൽ എവിടെയാണ്? അവള് പോയി. ഞാൻ അവള് പറഞ്ഞു വെച്ചു ജീവിക്കാനായിട്ട്. അവൾക്ക് ഇഷ്ടം ഗൗതമിനെയാ. എങ്കിലേ ഞങ്ങൾക്ക് ഇഷ്ടം ഹരീന്ദ്രനാ. അവനോടൊപ്പം അവള് ജീവിക്കൂ. ക്ഷേത്രത്തില് താലികെട്ടല്ലേ നടക്കാം. മോളുടെ ശവടക്ക ഗൗതമൻ പുറത്ത് നിൽപ്പുണ്ട്. വേഗം രക്ഷപ്പെട്ടോ. നിൽക്കവിടെ. മുടിപ്പിക്കാൻ പറഞ്ഞവളെ, എന്റെ ശവത്തിൽ ചവിട്ടിയാലോ നീ പടിയിറങ്ങില്ല. എന്താ ഇത്? അമ്മയുടെ നേരെയാണോ കയ്യൂക്ക്? വിടരുത്. അമ്മ
പോരും പകയും കൂട്ടി മക്കളെ വളർത്തിയെന്നല്ലാതെ മനുഷ്യബന്ധത്തിന് വിലയറിയാം നിങ്ങൾക്ക്. നഷ്ടപ്പെട്ടവളാ ഞാൻ. എന്റെ മോൾക്ക് വേണ്ടി കൊല്ലാനും ഞാൻ മടിക്കില്ല. എന്റെ മോള് പോയി സന്തോഷമായിട്ട് ജീവിക്കുക. ഓ മോളെ. ഭരതനും രാഘവനും ഇത് നമ്മളുടെ ഒരു കളിയാണെന്ന് അറിയുന്നതിന് മുമ്പ് അവരെയും കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയിരിക്കണം. അതെ അതെ, ഇല്ലെങ്കിൽ താലികെട്ടിന് പകരം തലവട്ടായിരിക്കും നടക്കുന്നത്. ഇനിയുള്ള ഓരോ നിമിഷവും അപകടം നിറഞ്ഞതായിരിക്കും. അവരിങ്ങ് എത്താന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ. വാ പോയി നോക്കാം. പ്രതികാരം ചെയ്യണമെങ്കിൽ അതിനൊരു ആണത്തം വേണം. നമ്മ തമ്മിലുള്ള കണക്ക് ഇവിടെ വെച്ച് തീർക്കും. ഈ വിവാഹം നടത്തുമല്ലേ? എവിടെയാ പെണ്ണ്? ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വിവാഹം ഇവിടെ വെച്ച് നടന്നിരിക്കും. അത് ഭരതന്റെ ശപഥമാ. അതിൽ നീ ജീവനോടെ ഇല്ലെങ്കിലോ? അവള് ചതിച്ചു. എല്ലാവരെയും കബളിപ്പിച്ച് അവള് പോയി. അത് അവന്മാരല്ലേ?